ഇത് സിഡ്നി ഓസ്ട്രേലിയയിലുള്ളൊരു തായ് റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ പേര് ഫ്ലൈയിങ് ടൈഗ്രസ് എന്നാണ്. ഇത് സിഡ്നി സിറ്റി തന്നെയാണ് ഇത് വരുന്നത്. ഇത് അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ അവരൊരു ഇത് വെച്ചിട്ടുണ്ട്, അതായത് ഒരാൾ മിനിമം $10 സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാർഡായിട്ടും ക്യാഷായിട്ടും സ്പെൻഡ് ചെയ്യും. കയറി വരുമ്പോൾ തന്നെ അവരൊരു മെനു ബോർഡ് വെച്ചിട്ടുണ്ട്, അതായത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഹണി മിൽക്ക് മാംഗോ പന്നാക്കോട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് എനിക്ക് ലിസ്റ്റിനകത്ത് ഏറ്റവും ഒരു ക്യാച്ച് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ ബീഫിൻ്റെ ടങ് ഗ്രില്ല് ചെയ്ത് കിട്ടുന്നുണ്ട്. പല സാധനങ്ങളും ഗ്രില്ല് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ബീഫിൻ്റെ ടങ് ഗ്രില്ഡ് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ ഇവിടെ പലതരത്തിലുള്ള സ്ക്യൂവേഴ്സ് ഉണ്ട്. നമുക്ക് ബീഫിൻ്റെ ഉണ്ട്, മട്ടൺ ഉണ്ട്, അതുകൂടാതെ തന്നെ പോർക്കിൻ്റെ ഉണ്ട്, അതുകൂടാതെ തന്നെ പല രീതിയിലുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് വെച്ചാൽ ഒക്ടോപ്പസിൻ്റെ കൈകളെല്ലാം വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാബേജ് വെച്ചിട്ടുണ്ട്, ബ്രൊക്കോലി വെച്ചിട്ടുണ്ട്, അതുകൂടാതെ തന്നെ ചിക്കൻ വിങ്സ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അവർ നമ്മുടെ ഇഷ്ടത്തിനെടുത്ത് കൊടുത്താൽ ബാർബിക്യൂ ചെയ്ത് തരും. പിന്നെ ഇതിൻ്റെ അകത്ത് കളർ ആംബിയൻസ് എല്ലാം ഭയങ്കര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയിലും വേറൊരു വെറൈറ്റി ടൈപ്പിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവർ. ഇതിൻ്റെ അകമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതോടെ വലിയ സ്മെല്ലൊന്നും ഇല്ലാത്ത നല്ല പ്ലസൻറ്റ് സ്മെല്ലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഗണപതിയുടെ ഓം ഗംഗ് ഗണപതായ നമ്മ ഗണേശ മന്ത്ര എന്നുള്ള സാധനം അവരവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അധികം സമയം എടുക്കാതെ തന്നെ അവർ എന്താ പറയുക നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. വലിയ ഡിലേ ഒന്നും ഇല്ലാതെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സർവീസും കൂടിയാണ് അവർ ചെയ്തു തരുന്നത്. ഞങ്ങളിവിടെ ഓർഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ക്വയറ്റ് ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ലൈച്ചിയുടെ ഡ്രിങ്ക്, പിന്നെ അതൊരു സ്ട്രോബെറിയുടെ ഡ്രിങ്ക്, പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ക്രിസ്പി ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നുള്ളതാണ്. ഇതെല്ലാം അവരുടെ ഫേമസ് ആയിട്ടുള്ള സാധനം. ഇത് ഫ്ലഫി ലവ തായ് ഓംലേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ആക്ച്വലി റൈസിൻ്റെ മുകളിൽ മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് മൊത്തത്തിൽ അതിൻ്റെ ക്രസ്റ്റ് മെല്ലാനും മുട്ട കൊണ്ട് തന്നെയാണ്. ആക്ച്വലി നമ്മൾ പൊട്ടിച്ച് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലാവ മാതിരി ഒലിച്ചു വരും എന്നുള്ള രീതിയാണ്. അതുകൊണ്ടാണ് അതിനെ ലാവ തായ് ഓംലേറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഇതെല്ലാം ക്രിസ്പാണ് കേട്ടോ, മുകളിലെല്ലാം നല്ല ക്രിസ്പാണ്. പക്ഷെ അധികം എരിവൊന്നുമില്ല. നമ്മൾ മുട്ടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലല്ല. ആക്ച്വലി ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. നമുക്കിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത്. വലിയൊരു കുഴപ്പമില്ലാത്ത സാധനമായിരുന്നു കേട്ടോ. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അവർ കുറച്ചൊരു എന്താ പറയുക ചില്ലി സോസൊക്കെ തരുന്നതാണ് നമുക്ക് മിക്സ് ചെയ്ത് കഴിയും. അവരുടെ ഡെസേർട്ടാണ് ഇത്. ബനാഫെ ടോസ്റ്റ് എന്നാണ്, അതായത് പഴവും ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വെച്ചിട്ടുള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ ഇവിടുത്തെ ഫുഡും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു നല്ലതായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.